എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷനല്ല ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവയിലേക്കുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടാണ് ഇന്ന് വൈകുന്നേരം 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചില സമയത്ത് ഏകദേശം 5 മണി കൃത്യസമയത്ത് തന്നെ ആ ഒരു ലിങ്കൊക്കെ റിമൂവ് ചെയ്യും. ചില സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം തരും. പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ നിങ്ങൾ ആ ഒരു പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ വേക്കൻസി കാണാൻ സാധിക്കും. വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. സ്കൂൾ വൈസ് വേക്കൻസീസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് കാണാൻ സാധിക്കും, സ്കൂളിൻ്റെ ലിസ്റ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ബോയ്സ് ആണെങ്കിൽ ബോയ്സ് സ്കൂൾ, അതുപോലെ തന്നെ ഗേൾസ് ആണെങ്കിൽ ഗേൾസ് സ്കൂൾ, അതുപോലെ തന്നെ നിങ്ങൾ ബോയ്സും ഗേൾസും ആണെങ്കിൽ കോ എഡ്യൂക്കേഷൻ സ്കൂളിലേക്ക് കൂടി അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ ബോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗേൾസ് സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ബോയ്സ് സ്കൂളാണെങ്കിൽ അവിടെ ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ, ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ കോ എഡ്യൂക്കേഷൻ സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഒന്ന് ജനറൽ കാറ്റഗറി സീറ്റിലേക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് ആ ഒരു കാറ്റഗറിയിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അതായത് ജനറൽ കാറ്റഗറിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻസ് വെക്കാം. ഓപ്ഷൻ വെക്കുന്ന സമയത്ത് അത് ഗേൾസ് സ്കൂളാണോ എന്നുള്ള കാര്യം, അതുപോലെ ബോയ്സ് സ്കൂളാണോ അല്ലെങ്കിൽ കോ എഡ്യൂക്കേഷൻ അതായത് മിക്സഡ് സ്കൂളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂള് ഏതാണ് ആ സ്കൂളിലെ ജനറൽ സീറ്റിലേക്കും, അതുപോലെ തന്നെ അവിടെ റിസർവേഷൻ ഉള്ള സീറ്റ് വേക്കൻസി ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ കാറ്റഗറി ആണെങ്കിൽ അതിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്കുള്ള അപേക്ഷകൾ അതായത് ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒന്നാമത്തേത് ജനറൽ കാറ്റഗറി ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ കാറ്റഗറി, അതായത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു SSC ആണെങ്കിൽ ആ ഒരു SSC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള സീറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപേക്ഷ നൽകാതെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ലാസ്റ്റ് ചാൻസാണ്. ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഇനിയൊരു ട്രാൻസ്ഫറാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഡൗട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.